ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ബോംബെ സമൂസയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മസാല ചെയ്തിട്ടാണ് നമ്മൾ പാറ്റിയിലോട്ട് കിടക്കുന്നത്. അപ്പോൾ മസാല ആദ്യം എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 50 ഗ്രാം സവാള ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും 20 ഗ്രാം ഗ്രീൻ പീസും ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇനി മസാലയ്ക്കായിട്ട് 2 ഗ്രാം ഗരം മസാല, 2 ഗ്രാം മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം മസാലയ്ക്കൊന്ന് കറക്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന 2 വലിയ ഉരുളക്കിഴങ്ങിട്ടിട്ടും പിന്നെ കുറച്ച് മല്ലിച്ചീരയും ഇട്ട് ഇനി ഈ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് ഈ മസാല. ഇനി സമൂസ പാറ്റിക്കായിട്ട് മാവ് കുഴക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് ഒരു ചപ്പാത്തി മാവ് കുഴക്കണ പോലെ നല്ലോണം കുഴച്ച് വെക്കാം. നല്ലോണം കുഴച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവ് നമുക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. ഇനി ചപ്പാത്തി പലകയിലിട്ട് നല്ലോണം തിൻ ഷീറ്റായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തി കഴിയുമ്പോൾ ഈ ഒരു ബ്രൗൺ ഷേപ്പുള്ളത് ഹാഫാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് എടുത്ത് നമുക്കിത് കോൺ പോലെ ആക്കണം, എന്നാലേ നമുക്ക് സമൂസയുടെ ഷേപ്പ് കിട്ടും. ഇതേപോലെ നമുക്ക് മാവ് ആ അറ്റവും 2 അറ്റവും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് നടുവിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല നമുക്ക് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള പോർഷൻസും എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും പരത്തി വെട്ടി നമുക്ക് ഇതേപോലെ കോൺ ഷേപ്പാക്കി മസാല ഇട്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ എല്ലാ സമൂസകളും ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ചൂടെണ്ണയിൽ നല്ലോണം പൊരിച്ചെടുക്കാം. ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറുഭാഗവും മുരിയിക്കാം. സമൂസയുടെ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. നല്ല ചൂടോടെ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ നമുക്ക് മുക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ബോംബെ സമൂസ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.